നമ്മുടെ ഭാരതത്തിൻ്റെ സുരക്ഷാ ഡ്യൂട്ടി ചെയ്യുന്ന CISFൻ്റെ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള സൈക്കിൾ റാലിയിൽ ആലപ്പുഴ DHQ എത്തിച്ചേർന്നു. 2025 മാർച്ച് 7 ഗുജറാത്തിൽ നിന്ന് ഈ റാലി പുറപ്പെട്ടത്. ഇത് കന്യാകുമാരി വരെയാണ് പോകുന്നത്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് പാരാമിലിറ്ററി ഫോഴ്സിന് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഫോഴ്സ് CISF ആണ്. അപ്പോൾ ഞങ്ങളുടെ 56th സ്ഥാപന ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചരിത്രപ്രസിദ്ധമായ സൈക്ലിംഗ് ഈവൻറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. 2025 മാർച്ച് 7 ഗുജറാത്തിൽ നിന്ന് പുറപ്പെട്ട വെസ്റ്റേൺ കോസ്റ്റ് വഴി മൂവ് ചെയ്ത് ഇപ്പം കന്യാകുമാരി വരെ പോകുന്ന ടീമാണ് ഈ വന്നിരിക്കുന്നത്. 2 തീരങ്ങളിലൂടെ, അതായത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കോസ്റ്റ് 2 തീരങ്ങളിലും കൂടെ 2 പാർട്ടീസാണ് മൂവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ ശ്രീ അമിത് ഷാ വിർച്വലി ഫ്ലാഗ് ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ് മാർച്ച് 7. അപ്പോൾ ഈ 2 ടീമും 31 കന്യാകുമാരിയിലെത്തും. 1-ാം തീയതിയാണ് ഇതിൻ്റെ കൾമിനേഷൻ. അതോടുകൂടി ഫ്ലാഗ് ഹോൾഡ് ആവും. ചില അജണ്ടകളുണ്ട്. അതിലൊന്ന് തീരദേശ സുരക്ഷയാണ്, കോസ്റ്റൽ സെക്യൂരിറ്റി. ദെൻ സെക്കൻഡ്, മയക്കുമരുന്നിനെതിരായുള്ള പ്രവർത്തനങ്ങൾ, സേ നോ ടു ഡ്രഗ്സ്. കള്ളക്കടത്ത് വിരുദ്ധ പ്രവർത്തനങ്ങൾ, അവ തടയാനുള്ള ശ്രമങ്ങൾ, ആൻറ്റി സ്മഗ്ലിംഗ് എഫേർട്സ്, വനിതാ ശാക്തീകരണം, വിമൻ എംപവർമെൻറ്റ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, കൊച്ചു പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു അജണ്ട കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം. ഇവരുടെ മോട്ടോ എന്താണെന്ന് വെച്ചാൽ സുരക്ഷിത് തട്ട് സമൃദ്ധ ഭാരത്, അതായത് സുരക്ഷിത തീരം സമൃദ്ധമായ ഭാരതം. നമ്മുടെ തീരങ്ങൾ സുരക്ഷിതമായിരിക്കുന്നിടത്തോളം നമ്മുടെ ഇന്ത്യ സുരക്ഷിതമായിരിക്കും എന്നുള്ള സന്ദേശവുമായിട്ടാണ് നമ്മുടെ ഈ ടീം പോന്നിരിക്കുന്നത്. ഞാൻ വേദിയിലിരിക്കുന്ന ഡെപ്യൂട്ടി കമാൻഡന്റ് DHQ ക്യാമ്പ് ശ്രീ സുരേഷ് ബാബു സർ, സ്വാഗതം സർ. ഇവിടെ ഇരുന്നിരുന്നത് ഞങ്ങളുടെ സൈക്ലോത്തോൺ ടീമിൻ്റെ കമാൻഡറാണ്, അസിസ്റ്റന്റ് കമാൻഡന്റ് സായ് സർ. ടോട്ടൽ 125 പേരാണ് സൈക്ലിസ്റ്റ് ഈ ഒരു സൈക്ലോത്തോണിൽ ആരംഭ സമയത്തുണ്ടായിരുന്നത്. അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ ഈസ്റ്റേൺ കോസ്റ്റ് വഴിയും ബാക്കിയുള്ളവർ ഈ നമ്മുടെ കൂടെയാണ് ഉള്ളത്. അതിനകത്ത് അറൌണ്ട് 14 ലേഡീസ് ആണ്. ഡെപ്യൂട്ടി കമാൻഡന്റ്, അസിസ്റ്റന്റ് കമാൻഡന്റ്, ഈ റാലിയിൽ പങ്കെടുക്കുന്ന CISFൻ്റെ മറ്റുദ്യോഗസ്ഥരെ, ഏറ്റവും കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്നിവിടെ റാലി നമ്മുടെ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നത്. കോസ്റ്റൽ സെക്യൂരിറ്റി നമുക്കറിയാം, ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് കോസ്റ്റൽ സെക്യൂരിറ്റി. ബോംബെ ആക്രമണം നമുക്കറിയാം. അപ്പോൾ ആ ഒരു ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഈ ഉദ്യമത്തിൽ അവർ മാർച്ച് 7 സ്റ്റാർട്ട് ചെയ്തു. പറയേണ്ട കാര്യമുണ്ട്. 2019 മാഡം ഒറ്റവരി ബൈസൈക്കിൾ റാലി ആ പരേഡിൽ ഗിന്നസ് ബുക്ക് റെക്കോർഡ് പേരുള്ള വ്യക്തിയാണ്. 2019 തന്നെ മാഡം 3 മൗണ്ട് എവറസ്റ്റും ക്ലിയർ ചെയ്തിട്ടുണ്ട്, മൗണ്ട് എവറസ്റ്റ്. ദെൻ ഇപ്പം കഴിഞ്ഞ വർഷം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും കുത്തനെയുള്ള മൗണ്ട് കിളിമഞ്ചാരോ മാഡം കൺകർ ചെയ്തു. അങ്ങനെ ഫോഴ്സ് ഹെഡ്ക്വാർട്ടറിൻ്റെ സൈഡിൽ ഒരുപാട് മാഡത്തിന് അപ്രീസിയേഷൻ എല്ലാം കിട്ടി. വളരെ ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഫിറ്റ്നസിൻ്റെ കാര്യം വരുമ്പോൾ ഏറ്റവും बसंती मेलों ने झूमती बेलों ने लचकते झूलों ने दहकते फूलों ने चटकती कलियों ने और पूछा है गाँव की गलियों ने कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन गाओ सुना सुना है।
कब आओगे, कि घर कब आओ